ഹലോ ഗൈസ്, എന്നൊക്കെ ശേഷം സുഖമാണിരിക്കുന്നു കേട്ടോ. പുതിയൊരു വീഡിയോകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ തമ്മില് ആക്ച്വലി ഞാൻ ഉണ്ടാക്കിയെടുത്ത തമ്മിലല്ല, ഇത് ഗാർഡിയൻ പത്രത്തിന്റെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുള്ള ഒരു ന്യൂസ് ആണ് വന്നിരിക്കുന്നത്. സോ ഇത് നിങ്ങളെ പേടിപ്പിക്കാനോ ഇനി ഞാൻ നെഗറ്റീവ് അടിക്കുക, ഇത് വന്ന ന്യൂസ് ആണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കണ്ണ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, പലതും കാണണം. അപ്പോൾ ഇത് കണ്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെയാണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൊച്ചു യൂട്യൂബ് ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെല്ലിങ്ങനെ വിളിക്കാം, ഷെയർ ചെയ്യുക, വീഡിയോസ് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, UK നമ്മൾ സ്റ്റുഡൻറ് വിസയിൽ ഡിപ്പെൻഡന്റ് വിസയിൽ സ്റ്റുഡൻറ് ഡിപ്പെൻഡന്റ് ആയിട്ടൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇപ്പോഴും സ്റ്റുഡൻറ് വിസയിൽ വരുന്നുണ്ട്. നാട്ടിൽ നിന്ന് കെയറായിട്ടൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് അല്ലേ, ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. ഇപ്പോൾ ഇവിടെ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നിട്ടുള്ളവർ ആകെ ഉള്ള ഒരു ആശ്രയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെയർ ജോബ്സ് ആണ്. ഒന്നും കിട്ടിയില്ലെങ്കിൽ അതെങ്കിലും ഉണ്ട്, ഇല്ലെങ്കിൽ അതൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട് പലരും. ഒരുപാട് വന്ന് സ്റ്റുഡൻറ് വിസയിൽ നിന്ന് സ്വിച്ച് ചെയ്ത് കെയർ വിസയിലൊക്കെ മാറിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ന്യൂസ് വളരെ ഞെട്ടിക്കുന്ന ന്യൂസുകളാണ്. എനിക്കൊന്നും ഇത് യഥാർത്ഥ കണക്കൊന്നുമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ കണക്കുകൾ നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ വളരെ ഭീമമായ ഒരു വലിയൊരു നമ്പർ അവിടെ ഉണ്ടാവും, ഒരു വലിയൊരു നമ്പർ ഉണ്ടാവാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവര് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ന്യൂസിനെയും കാട്ടി വളരെ വളരെ ഭയാനകമായിട്ടുള്ളൊരു ന്യൂസ് ആയിരിക്കും അത്. ഉറപ്പായിട്ടും എല്ലാ ആൾക്കാരുടെയും വിവരങ്ങൾ കിട്ടുവാണെങ്കിലും ഇല്ലെങ്കിൽ ഇവരുടെ ഇൻവെസ്റ്റിഗേഷൻ കുറച്ചും കൂടി വ്യാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഇൻഫർമേഷൻ കിട്ടും. ഞെട്ടിക്കുന്ന ഇൻഫർമേഷൻ തന്നെ ആയിരിക്കും. നമുക്കെല്ലാവർക്കും UK ഇവിടെ ഷോർട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർ മേഖല നല്ല ഷോർട്ടേജ് നേരിടുന്നതുകൊണ്ട് തന്നെയാണ് ഈ കെയറേഴ്സിന്റെ വിസകളിൽ ഇളവുകൾ വരുത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വരുന്ന എല്ലാവർക്കും ജോലികൾ കിട്ടിയത്, ജോലികളിൽ കയറിയത്. അപ്പോൾ ഈ ഒരു ജോലികൾ കയറിയിട്ട് ഇപ്പോൾ എല്ലാവരും കയറി ഇപ്പോൾ ഏകദേശം കൊണ്ടൊക്കെ സ്മൂത്തായി ഷോർട്ടേജ് ഒക്കെ ഒരുവിധം വരെ ഒരു നികന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ നെറ്റ് മൈഗ്രേഷന്റെ വലിയൊരു പ്രശ്നം ചൂണ്ടിക്കാണിച്ച് നല്ല രീതിയിലുള്ള റെയ്ഡുകളും കാര്യങ്ങളും ഇല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, നമ്മുടെ മലയാളികൾ ഒരുപാട് പേര്, മലയാളികൾ മാത്രമല്ല ഈ ഒരു കെയർ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. മോഡേൺ സ്ലേവറി പറഞ്ഞിട്ട് ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിന് പുറമെ എന്താന്ന് പറയാ, ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് UK. ഒരുപാട് ഇന്ന് പണിയെടുപ്പിക്കുന്നു, ഭീഷണിപ്പെടുത്തി പണിയെടുപ്പിക്കുന്നു, പല രീതിയിൽ വേജസ് കൊടുക്കാതെയും ഷിഫ്റ്റ് കൊടുക്കാതെയും ഇല്ലെങ്കിൽ ഡൊമസ്റ്റിക് കെയർ പല തരത്തിലുള്ള ചൂഷണങ്ങൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നെറ്റ് മൈഗ്രേഷനും കാര്യങ്ങളും എല്ലാം അതൊരു വാദമാണ്. ഹോം ഓഫീസിന്റെ സൈഡിൽ നിന്നുള്ള നല്ല റെയ്ഡുകൾ നടത്തുന്നു. നമ്മളുടേതല്ലാത്ത കാരണങ്ങളും ഉണ്ട് നിങ്ങളുടെയൊക്കെ വിസകൾ നഷ്ടപ്പെടുന്നു. ഏകദേശം 3000-ന് മേലെ ആൾക്കാരുടെ വിസകൾ ഈ 2022, 2023 കണക്ക് വെച്ച് മാത്രം പോയിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതൊരു ചെറിയൊരു കണക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ ഇൻവെസ്റ്റിഗേഷനിൽ എത്ര ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റും, ഇതൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ അത് 10,000, 10,000, 20,000 ആൾക്കാരുടെ ജോലികൾ പോയിട്ടുണ്ടാവാം കെയർ മേഖലയിൽ. ഈ 2023, 24 തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ ക്വാർട്ടർ ഒരു 3-4 മാസമായിട്ടുള്ളൂ. ഈ ഒരു 4 മാസത്തിന്റെ ഇടയിൽ ഞങ്ങൾക്ക് തന്നെ കിട്ടിയിട്ടുള്ള അനേകം ടെർമിനേഷനുകൾ, അത് ഹോമിന്റെ, നിങ്ങളുടെ പ്രശ്നങ്ങളല്ല, ഹോമിന്റെ പ്രശ്നങ്ങൾ കൊണ്ടുള്ള ടെർമിനേഷൻ കാരണം ഒരുപാട് പേരുടെ വിസകൾ പോയിട്ടുണ്ട്. നമുക്കറിയാം ഒരു ക്വാളിറ്റി ഇല്ലാതെ കെയർ ഹോമുകളിലേക്കൊക്കെ വിസ കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കെയർ ഹോമിന് ക്വാളിറ്റി ഉണ്ടാവില്ല, എന്നിട്ട് അതൊരു അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാർ ഉണ്ട്, അങ്ങനെയും കയറുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇത്രയും 3000-ന് മേലെ ആൾക്കാരുടെ ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് നിങ്ങളുടെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു സൂചനയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളുടെ ജോലിയും സേഫ് അല്ല, ഒരു കാരണവശാലും സേഫ് അല്ല. ഇപ്പം നിങ്ങൾ ഇവിടെ സ്റ്റുഡൻറ് വിസയിൽ വന്നിട്ടൊക്കെ നിൽക്കുന്ന ഒരേ ഒരു ജോബ് ഈ കെയർ ജോബുകൾ ഒക്കെയാണ് അല്ലേ. കൂടുതൽ ആൾക്കാർ അങ്ങനെ തന്നെ നിൽക്കുന്നത്, അതിന് ഒരു ഡൗട്ടും വേണ്ട. അത് ഗവൺമെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തു വിട്ടിട്ടുണ്ട്. 70% സ്റ്റുഡൻസ് അതാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് അല്ലേ. ഇതിൽ 70% സ്റ്റുഡൻസ് എത്ര പേര് നിങ്ങൾ ഈ ഒരു പെറ്റീഷൻ കണ്ടിട്ടുണ്ട്? ഈ ഒരു പെറ്റീഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ പറഞ്ഞ ടെർമിനേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ വെറും 60 ദിവസം, എണ്ണിയുള്ള 60 ദിവസം മാത്രമാണ് നിങ്ങളുടെ കയ്യിലുണ്ടാവുക. 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റും. ഒരു എംപ്ലോയറെ കണ്ടെത്താനും വീണ്ടും നിങ്ങൾ ഒരു 10, 15, 20 ലക്ഷം രൂപയായിരിക്കും കൊടുത്ത് വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കൊടുത്ത് വിസ എടുത്തിട്ടുണ്ടാവും. വീണ്ടും 10, 15 ലക്ഷം രൂപ നിങ്ങൾക്ക് സ്വരൂപിക്കാൻ തന്നെ പറ്റുമോ? ഇല്ലെങ്കിൽ സ്വരൂപിച്ചാൽ തന്നെ വിസ കിട്ടാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? വളരെ 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 ബുദ്ധിമുട്ടിലൂടെയായിരിക്കും ഈ 60 ദിവസം പീരീഡ് പോകുന്നത്. പലരും ഡിപ്രഷനിലാണ്, പലരും എന്താ പറയുക, ഞങ്ങളൊക്കെ വിളിച്ചിട്ട് കരയുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് ഈ ന്യൂസുകളും ഈ പറഞ്ഞ ആൾക്കാർക്ക് ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നത്. കാരണം ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് വരുന്നത്. മലയാളികൾ തന്നെ ഒരുപാട് പേരുടെ പണികൾ പോയിട്ടുണ്ട്, പണികൾ പോയിക്കൊണ്ടിരിക്കുന്നു.
പോയ പണി കിട്ടുന്നു പോലുമില്ല. 60 ദിവസത്തിനകത്ത് കിട്ടാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. ഇന്ന് നിങ്ങൾ ഇതൊന്നും കണ്ടില്ല എന്നടിച്ച് കണ്ണടച്ച് ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നാളെ ഇത് നിങ്ങൾക്ക് വരുന്ന സമയത്തും ഞങ്ങളും കണ്ണടയ്ക്കും എന്നുള്ളത് തന്നെയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പെറ്റീഷനായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ചിലർക്ക് ഇതൊന്നും പിടിക്കുന്നുണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ വന്നിരിക്കുന്നത് ഇതേപോലെ ഫേക്ക് സർട്ടിഫിക്കറ്റും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റേ ഇവർക്ക് ഒരു അർഹതയില്ലാത്തവരാണ് ഈ വിസകളിലൊക്കെ വന്നിരിക്കുന്നത്. എന്തിനാണ് ഇവർ വന്ന് ഇവിടെ പണിയെടുക്കുന്നത്, ഇവർ പണിയെടുക്കാതെ തിരിച്ചു പോകണം, ഇവരെ തിരിച്ച് കയറ്റി അയക്കണം എന്ന് പറയുന്ന ഒരു ചില അലവലാതി മാമന്മാരുണ്ട്. അവർ വന്നു പൈസ കൊടുത്തിട്ടാണ് വന്നത്, ചിക്കിളി എണ്ണി കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അവരുടെ വീട് വിറ്റിട്ടായിരിക്കാം കൊടുത്തിട്ടുണ്ടാവുക, ലോൺ എടുത്തിട്ടുണ്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, സ്വർണം വിറ്റിട്ടും ഇല്ലെങ്കിൽ നാട്ടിലോട്ട് മടങ്ങിയും പോകാൻ പറ്റാത്ത സാഹചര്യത്തിലായിരിക്കും അവർ വന്നിട്ടുണ്ടാവുക. അവർ വന്നു, പക്ഷെ ഇനി അവരെ നിൽക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. വന്നിട്ട് നിങ്ങൾക്ക് കണ്ണിൽ പിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട, നിങ്ങൾ സൈൻ ചെയ്യണ്ട. തീർച്ചയായിട്ടും നിങ്ങൾ സൈൻ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം തന്നെ ഞങ്ങൾ ഒത്തൊരുമിച്ചിട്ട് ഏകദേശം 8,000-ഓളം സിഗ്നേച്ചറുകൾ കിട്ടിയിട്ടുണ്ട്. ഇതും കിട്ടും, 10,000 വരെ ഞങ്ങൾക്ക് കിട്ടും. ഞങ്ങൾ ആകെ 10,000 വരെയും. അത് മാത്രമല്ല, ഞങ്ങൾ ഇത് പാർലമെന്റിലേക്ക് എത്തിക്കാനും ചർച്ച ചെയ്യാനുമുള്ള വേറെ വഴികളും ഞങ്ങൾ തിരയുന്നുണ്ട്. ഇതെന്തിനാണ് ഞങ്ങൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇവിടെയുള്ള പിടിവള്ളി ആ കെയർ വിസ തന്നെയേ ഉള്ളൂ. നമുക്ക് കെയർ വിസ പോട്ടെ, ഏത് വിസയാവട്ടെ, നിങ്ങളുടെ വിസ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 60 ദിവസമാണ്. ഇത് പാർലമെന്റിൽ ചർച്ചയാവുകയാണെങ്കിൽ കെയർ വിസക്കാർക്ക് മാത്രമല്ല എല്ലാ വിസക്കാർക്കും ഇതൊരു നിയമമായി വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അന്ന് നിങ്ങൾ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി വരും. ഇതിന്റെ ക്രെഡിറ്റുകൾ അന്ന് നിങ്ങൾ എടുക്കാൻ വേണ്ടി വരും. പക്ഷെ ഇതിന് ഈ 10,000 സൈൻ ഒപ്പിക്കാൻ പെടുന്ന പാട് ഞങ്ങൾക്ക് അറിയുള്ളൂ. ഞങ്ങൾ അതിന്റെ പുറകെ നടന്ന് ഞങ്ങൾക്ക് ഇതുണ്ട്. അന്ന് ക്രെഡിറ്റ് എടുക്കാൻ വരുന്നവരെ തീർച്ചയായിട്ടും വലിച്ചു കീറി അന്ന് തന്നെ ഒട്ടിക്കുന്ന ഉറപ്പാണ്. തീർച്ചയായിട്ടും ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10,000 സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പൈസ കൊടുക്കുകയോ ഒരു കാര്യം ചെയ്യണ്ട. ജസ്റ്റ് ആ ഒരു ലിങ്കിൽ കയറി നിങ്ങൾ BRP വേണ്ട, ഒന്നും വേണ്ട. നിങ്ങളുടെ സിറ്റിസണോ ഇല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റുഡൻറ് വിസയിലോ നിങ്ങൾ ഏത് വർക്ക് വിസയിലോ ഏതും ആവട്ടെ, അതിനകത്ത് കയറി സൈൻ ചെയ്ത് നിങ്ങളുടെ പേരും ഇമെയിൽ ID കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിപാടി കഴിഞ്ഞു. അല്ലാതെ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു പ്രശ്നവുമില്ല. നിങ്ങളെ പുറകിൽ വന്നിട്ട് ഇനി സൈൻ ചെയ്തുകൊണ്ട് നിങ്ങളെ ഇനി ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ചെയ്യുമോ, ഇനി നിങ്ങളെ സൈൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിസ കളയോ, അങ്ങനെ ഒരു ഐഡന്റിറ്റിയും പോകുന്നില്ല. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇത് എൻക്രിപ്റ്റഡും ആയിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു പെറ്റീഷൻ പോർട്ടലാണ്. അതിന് നിങ്ങൾ പേടിച്ചിട്ട് മാറി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഇന്നത് കണ്ടില്ല നടക്കുന്നവർ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരുടെ അടുത്ത് ഇതേപോലെ തന്നെ ചേട്ടാ ജോലിയുണ്ടോ, ചേട്ടാ എന്തെങ്കിലും കിട്ടുമോ, എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇവരുടെ അടുത്ത് തന്നെയാണ് വരുന്നത് അല്ലേ. ഈ പറഞ്ഞ ആൾക്കാരുടെ അടുത്തൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത്. സോ അവർ പോലും നിങ്ങളെ തിരിഞ്ഞു നോക്കൂല. ഇന്ന് നിങ്ങൾ അത് കണ്ടില്ല എന്ന് നടിക്കരുത്. അതിനു വേണ്ടി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് ഈ ഗാർഡിയൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ ഈ ഒരു 3,000-ന് മേലെ ആൾക്കാരുടെ വിസ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ നഷ്ടപ്പെടാൻ ഞാൻ പറഞ്ഞില്ലേ, ഒരു ജോബ് ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു രാജ്യമാണ് UK. നിങ്ങൾ ഇവിടെ ജോലി എടുക്കുന്നുണ്ടെങ്കിൽ എന്ന് വേണമെങ്കിൽ നിങ്ങളുടെ പണി പോവാം. PR കിട്ടുന്നവരെയും നിങ്ങളുടെ ഭയങ്കര റിസ്ക്കാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. സോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് ഇത് നടക്കുമോ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ചെറുതായിട്ട് നടക്കാൻ പറ്റുന്ന ഒരു വിരലെങ്കിൽ വിരലിളക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം. ഒന്ന്